അവിടെ നടക്കുന്ന അയ്യപ്പ സംഗമമാണോ അയ്യപ്പ ഭക്തസംഗമമാണോ? സാധാരണ ഞങ്ങൾ അമ്പലപ്പുഴക്കാരെന്ന് പറയുന്ന ധർമ്മശാസ്താവിൻ്റെ മാതൃസ്ഥാനികരാണ്. 52 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ ഇരുമുടിക്കെട്ടുമായിട്ടാണ് ഞങ്ങൾ ശബരിമലയിൽ പോകുന്നത്. ആ ശബരിമലയിലെ പമ്പ ഗണപതിയുടെ തീരത്ത് അയ്യപ്പൻ്റെ ആറാട്ട് കടവിൽ ഇത് കണക്ക് ശീതീകരണമായ ഒരു വലിയ പന്തലിട്ട് കോടികൾ മുടക്കി ഇത് കണക്കൊരു സമ്മേളനം നടത്തുന്നു. എങ്ങനെയാണ് ആ ഭക്തജനങ്ങൾ വരുന്നത്? മാലയിട്ട് വ്രതം നോക്കിയാണോ, ഇരുമുടി കെട്ടുകൊടുത്താണോ, കറുപ്പ് ഇട്ടാണോ എന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി പ്രമാണിച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നു എന്നൊരു ഇതുണ്ട്. പക്ഷേ 55 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഭരണസമിതിക്ക് എന്തിനാണ് സാറേ ഇത് കണ്ട ഒരു സംഗമം നടത്തുന്നത്? ഈ ഒരു ചോദ്യം ഞങ്ങളെ ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്പലപ്പുഴക്കാരായ ഞങ്ങൾ അമ്പലപ്പുഴ പേട്ട സംഘം, ചരിത്ര പ്രസിദ്ധമാർന്ന പേട്ട സംഘം, അങ്ങനെ സംഗമം നടത്തുമ്പോൾ ഞങ്ങളെയും കൂടെ ഒക്കെ ക്ഷണിക്കണ്ടേ? എന്താണ് നിങ്ങളെ ക്ഷണിക്കാഞ്ഞത്? അപ്പൊ എന്തുവാണ് അവിടെ നടക്കുന്നത്? അപ്പോൾ നേരത്തെ സോമൻ ചേട്ടനൊക്കെ പറഞ്ഞ കണക്ക് തന്നെ അവിടെ നടക്കുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട് ശേഖരണമല്ലേ എന്ന് ചോദിക്കുന്ന കുറ്റങ്ങൾ ഇതൊന്നുമില്ല. ശ്രീജയന്ദ്രൻ, ഇത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയുള്ളത് പാർലമെൻ്ററി ഡെമോക്രസി ഭരണവ്യവസ്ഥയെ അംഗീകരിച്ച ഭരണഘടനയോട് അംഗീകരിച്ച രാഷ്ട്രമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിൽ നമ്മുടെ ഈ ഡിബേറ്റിൻ്റെ തുടക്കത്തിൽ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞു സുപ്രീം കോടതിയിലും വൈകുന്നേരം അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകിയെന്ന് പറഞ്ഞു. എന്താണ് അർത്ഥം? പരമോന്നത കോടതിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഭരണവ്യവസ്ഥയുടെയും ഭരണഘടനയുടെയൊക്കെ കാര്യം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് അയ്യപ്പ സംഗമം നടത്തിക്കൊള്ളാൻ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞിട്ട് ആ രാത്രിയിൽ നടക്കുന്ന ഡിബേറ്റിൽ എന്താണിത്, അയ്യപ്പ ഭക്ത സംഗമമാണോ അയ്യപ്പ സംഗമമാണോ എന്നുള്ള ആ ഒരു പ്രത്യേകം ഇങ്ങനെ വ്യവച്ഛേദിച്ച് ചോദിക്കുന്നതിന്റെ കോടതി അതൊന്നും തിരക്കിയിരുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങേക്ക് ആവശ്യമുള്ളത് മാത്രം പറയരുത്. അല്ല, ഞാൻ അനിൽ നമ്പ്യാർ പറഞ്ഞതേ പറഞ്ഞു. അല്ലല്ല, കോടതി സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തുടർന്ന് പറഞ്ഞു ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അത് കൂടുതൽ കേൾക്കട്ടെ, കൂടുതൽ പഠിക്കട്ടെ, കൂടുതൽ നിരീക്ഷിക്കട്ടെ, എന്നിട്ട് അടുത്ത ദിവസം പരിഗണിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട വിധി പറയട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ നടത്തരുതെന്നോ സ്റ്റേ ചെയ്യാനോ തയ്യാറായില്ലല്ലോ. സ്വാഭാവികമാണെന്ന് 2-3 ദിവസം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങ് ചോദിക്കുമായിരുന്നു, നിഷ്കളങ്കരെ നരേന്ദ്രമോദി ഭരണത്തിൽ കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി ഉണ്ടാകുമോ എന്ന് അങ്ങ് ചോദിക്കുമായിരുന്നു, അല്ലെ ഞങ്ങളുടെ ശിഷ്യന്മാര് ചോദിക്കുമായിരുന്നു. താങ്കളുടെ വർഷം സമ്മതിച്ചു. ഞാൻ ചോദിച്ചത് എൻ്റെ വർഷം, ഞാൻ ഇതാണ് പറഞ്ഞത്. ഇതാണ് ഇങ്ങനെ സുപ്രീം കോടതി ഓക്കെ പറഞ്ഞ ഒരു കേസിൽ ശ്രീ ജയേന്ദ്ര അദ്ദേഹം ചോദിച്ചത് വിളിക്കേണ്ടവരെ വിളിച്ചു എന്നുള്ളതാണ്. 3500 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സമയം നമ്മുടെ തീരാൻ പോവാണ്. ബാക്കിയുള്ളവരുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം സ്വാഭാവികമായിട്ട് അമ്പലപ്പുഴ ഈ പേട്ട സംഘത്തിൽപ്പെട്ടവര് അല്ലെ, അങ്ങനെയുള്ളവരെ വിളിക്കേണ്ടതല്ലേ? തന്ത്രി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ക്ഷണിച്ചോ? പന്തള രാജകുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ക്ഷണിച്ചോ? തിരുവാഭരണം ഗംഗാധരൻ നായർ ഇവരൊന്നും ഇല്ലാതെ എന്ത് സംഘമാണ്? എന്ത് സംഘം? ഞാൻ പറഞ്ഞോട്ടെ, ഈ ചോദ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായല്ലോ. അത് മറുപടി പറയാനുള്ള അവസരം മാത്രം കിട്ടി. അവരോട് സമയം എടുക്കാതെ ബാക്കി രണ്ടുപേരും കൂടെ ഉള്ളത് കണക്കാക്കിക്കൊണ്ട് തന്നെ മറുപടി പറയും. പിന്നെ ഈ നമ്മൾ എളുപ്പം നമ്മുടെ അജണ്ടയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും പറഞ്ഞല്ലോ, ഇവർ രണ്ടുപേരും മാറി മാറി പറഞ്ഞു. അന്നത്തെ 2018 കാര്യങ്ങളൊക്കെ പറഞ്ഞു, താങ്കളും പറഞ്ഞു. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം ആർ ഹരിയുടെ ലേഖനം എഡിറ്റ് പേജ് ലേഖനമായിരുന്നു ജന്മഭൂമിയിൽ. മറക്കരുത്. ഇതിൻ്റെ സാധുതയെ പറഞ്ഞു. സുപ്രീം പ്രേരണാകുമാരിയെ കുറിച്ച് പറയരുത്. ഏതാ? ഇന്നലെ CPM നേതാവ് പ്രേരണാകുമാരിയായിരുന്നു പിടിച്ചോണ്ടിരുന്നത്. അതല്ല ഞാൻ പറഞ്ഞേ. ഞാൻ ഇനിയിപ്പോ ഹരിയാണ്. ഇന്നലെ അതുപോലെ TG മോഹൻദാസിനെ പിടിച്ചു. അതുപോലെ ഉദാഹരണം പറഞ്ഞു പോകുന്നുള്ളേ ഉള്ളൂ. ഈ പിറ്റേ ദിവസം അതങ്ങനെ ചെയ്തു. എന്താണ് സംഭവിച്ചത്? NSS സ്ത്രീകളുമായി തെരുവിലിറങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ അകത്തെ പുതിയൊരു സാധ്യത. പിന്നീട് ബഹുമാനപ്പെട്ട ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കണ്ടു, എല്ലാം ചെയ്തു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതേയില്ല. അതേ NSS ഇപ്പം എന്താണ് പറഞ്ഞത് ഈ അയ്യപ്പ സംഗമത്തിനെ കുറിച്ച്? തങ്ങൾ അതിനോട് യോജിക്കുന്നു, എതിർക്കുന്നില്ല. രോഗിയായത് കാരണം യാത്ര ചെയ്യാൻ പാടില്ലാത്തതിനാൽ താൻ പങ്കെടുക്കില്ല, പ്രതിനിധി അയക്കും എന്ന്
ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു. അന്ന് ഡെഡ് അഗൻസ്റ്റ് എന്ന് പറയാവുന്ന നിലയായിരുന്നു NSSൻ്റേത്. കാര്യം അവർക്ക് അതിന് ആചാര സമ്മേളനത്തിൻ്റെ കൃത്യമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവരത് പറഞ്ഞത്. ഇന്ന് അതല്ല കാര്യം എന്നവർ വ്യക്തമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ തിരിച്ച തീരുമാനം, വ്യത്യസ്തമായൊരു നിലപാട് NSS സ്വീകരിക്കുന്നത്. അന്ന് SNDPയുടെ നിലപാട് എന്താണ് എന്നുള്ളത് അന്നും അറിയാം, ഇന്നും അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. SNDP പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. NSS ജനറൽ സെക്രട്ടറി ഇതിനെ അപ്ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്, ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സർക്കാരിൻ്റെ തീരുമാനത്തിനെ. ആ തീരുമാനം പ്രകാരം അയ്യപ്പ സംഗമം നടക്കട്ടെ. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ അനിൽ ബോസ് പറഞ്ഞത്. ഞങ്ങളതിനെ എതിർക്കാൻ വരുന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതിനെ ഒപ്പോസ് ചെയ്യുന്നില്ല? അതല്ലല്ലോ, എതിർക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വിമർശനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ അതിനെ അവർ പബ്ലിക്കലി ഒപ്പോസ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് കാണുകയുള്ളൂ കോൺഗ്രസിൻ്റെ. അത് ഇത് നടക്കട്ടെ എന്ന് തന്നെയാണ്. അതൊരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് ആണെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാം എന്നുള്ള ജനാധിപത്യപരമായ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർലമെൻ്ററി ഡെമോക്രസി ഭരണഘടനാ വ്യവസ്ഥയായി നമ്മൾ അംഗീകരിച്ചതാണ്, ഭരണവ്യവസ്ഥയെ അംഗീകരിച്ചതാണ്. ചോദ്യത്തിന് മറുപടി നൽകി ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ചോ എന്നുള്ളതാണ് ഉൾപ്പെടെയുള്ള അത്തരം ക്ഷണങ്ങളൊക്കെ ദേവസ്വം ബോർഡ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്. അല്ല, ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്, അതേ ഉള്ളൂ. കുറെ പേര് സ്റ്റാലിനെ ക്ഷണിക്കാൻ പോയല്ലോ. അമ്പലപ്പുഴയിലുള്ള അവരെ ക്ഷണിക്കാനാണോ ബുദ്ധിമുട്ട്? അല്ല, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ക്ഷണിക്കുന്നതും അമ്പലപ്പുഴ പേട്ട സംഘത്തെ ക്ഷണിക്കുന്നതും തമ്മിൽ താരതമ്യപ്പെടുത്താൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് മറുപടി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ സാർ. എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരല്ലേ. അതുപോലെ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സോമൻ ചേട്ടൻ പറഞ്ഞ ഓക്കെ, ഞാൻ പറഞ്ഞ താങ്കൾ ചൂണ്ടിക്കാണിച്ച സ്റ്റാലിനെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം ചോദിച്ച ആൾക്കാരെയും ഇത് ആരെയാണ് പങ്കെടുക്കുന്നത്? ഇതില് 3000 പേര് ആരാ? സാധാരണക്കാരാണോ കോടീശ്വരന്മാരാണോ? അല്ല, അതിനകത്ത് നേരത്തെയും പറഞ്ഞു. ഇവിടെ ഇപ്പൊ ആദ്യം 3 കോടിയുടെ 1 കോടിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ദേവസ്വം ബോർഡോ ദേവസ്വം വകുപ്പോ അങ്ങനെ ഒരു കാർഡും ഇറക്കിയിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. മനോരമയിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത വന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. നമ്മളിരുന്ന ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ഇല്ലാന്ന്. ആ വാർത്ത ആര് പടച്ചു വിട്ടതാണ്? ഇല്ലെങ്കിൽ അയ്യോ, അത് താങ്കൾക്ക് എനിക്കും അറിയില്ല ആരാ പടച്ചു വിട്ടത്, എങ്ങനെയാ വരുന്നത്. ഡയമണ്ട് ക്ലബ്ബ് മെമ്പർഷിപ്പ്, പ്ലാറ്റിനം ക്ലബ്ബ് മെമ്പർഷിപ്പ്, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്. അതിന് മനോരമ വാർത്ത വന്നതിന് സർക്കാർ തലകുനിച്ച് നിൽക്കണോ? ഇങ്ങനെ അത് കഴിയില്ലല്ലോ. മനോരമ വേറൊരു മീഡിയ ഹൗസ് ആണ്, അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്. അപ്പോഴും ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഇതിൽ പങ്കെടുക്കുന്നവരെ സെലക്ട് ചെയ്തതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഓൺലൈൻ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ല ശ്രീജയ, നിയമസഭയിലും വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് 20-ാം തീയതി ആരൊക്കെ പമ്പയിലെത്തും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്? ഒരു ചോദ്യം അങ്ങോട്ടും കൂടെയാണ് ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഒരു 83 പേരുടെ കാര്യം ഈ ക്രിമിനൽ കേസിൽ പ്രതിയായത്. അവരെങ്കിലും ഈ ബദൽ സംഗമത്തിൽ നിന്ന് പങ്കെടുപ്പിക്കണം എന്നൊരു അഭിപ്രായം ഞാൻ മുമ്പോട്ട് വെക്കുകയാണ് കേട്ടോ. അവരൊക്കെ വരും. തെറ്റിദ്ധരിക്കേണ്ട, അങ്ങേക്കും വരാം. ബദൽ സംഗമമല്ല, ശബരിമല സംരക്ഷണ സംഗമമാണ് പന്തളത്ത് 22-ാം തീയതി യഥാർത്ഥ വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങേക്കും സ്വാഗതം, പരസ്യമായി അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ ശബരിമല സംരക്ഷണ കർമ്മസമിതി ശബരിമല സംരക്ഷണത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന വിശ്വാസി സംഗമത്തിലേക്ക് അങ്ങേക്കും വരാം. അതിൽ യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടാവും, സനാതനധർമ്മത്തെ അംഗീകരിക്കുന്നവരുണ്ടാവും, സാധാരണക്കാരനുണ്ടാവും. ആചാരവും അനുഷ്ഠാനവും പൈതൃകവും പാരമ്പര്യവും കൊണ്ടു നടക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട മലയരയ സമുദായം അടക്കമുള്ളവരുടെ സമ്മേളനമായിരിക്കും, സംഗമമായിരിക്കും 22-ാം തീയതി പന്തളത്ത് നടക്കുന്നത്. ഇവിടെ 20-ാം തീയതി നടക്കാൻ പോകുന്നത് അഴിമതി സംഗമമാണ്. അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പ നിഷേധമായിരിക്കും 20-നുണ്ടാകുക. അത് ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സുവർണാവസരം അവർ കാത്തിരിക്കുന്നുണ്ട്. അതിനുള്ള ശിക്ഷയും പിണറായി വിജയന് കൊടുക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കാൻ അയ്യപ്പനിൽ നല്ല വിശ്വാസം എനിക്കുണ്ട്. പിന്നീട് വിശ്വാസം കേരളത്തിന്റെ കോടതിയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്.